10-15 ഫ്രഷ് ചിക്കനെ ചുട്ടിട്ട് ആ ചുട്ട കോയിനെ പറപ്പിച്ച കഥയെന്ന് പറയാൻ വന്നത്. അതെങ്ങനെയാന്നല്ലേ കാണിച്ചുതരാം. ആദ്യം നമുക്ക് മസാല ആക്കണോ. അതിനുള്ളിൽ നമ്മൾ 2 മസാലയാണ് ആക്കിയത്. നമ്മൾ പച്ച മസാല, ചുവപ്പ് മസാല. ആദ്യം പച്ച മസാല ആക്കാനുള്ള കൂട്ട് ഇത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടാകുമ്പോൾ ഇത് കാണുമ്പോൾ കോരി കുടിക്കാൻ തോന്നും. പക്ഷേങ്കിൽ ഇങ്ങനെ നിങ്ങൾ കുടിച്ചെന്നെങ്കിൽ നിങ്ങൾ രസമുകളങ്ങൾ ഇളകിപ്പോവും. പിന്നെ നമ്മളെ ചുവന്ന മുളകിന്റെ കൊണ്ടാട്ടം, വറ്റൽമുളക് കൊണ്ടുള്ള മസാലയുണ്ട്. കാണാൻ പോകുന്ന പൂരം ഞാൻ പറഞ്ഞറിയിക്കണ്ടല്ലോ, വല്ലാത്ത ടേസ്റ്റാന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ നമ്മൾ മസാല ആക്കിയിട്ട് ചിക്കൻ പരട്ടിയിലും ഫ്രിഡ്ജിൽ മാറ്റി വെച്ചു മക്കളെ. ഈ മസാല വരട്ടിയ ചിക്കൻ കൊണ്ടുപോകാൻ നമ്മളെ പടയാളികൾ വന്ന് കൈ കാണുന്നില്ലേ. ഇതെടുത്ത് നമ്മൾ കാറിൽ പോവാണ്. എങ്ങോട്ടാന്നല്ലേ കണ്ടു. ഇന്നത്തെ നിസാറിന്റെ പെർഫോമൻസ് ഓൾറൗണ്ട് പെർഫോമൻസ് ആണ്. മൂപ്പർ എല്ലാത്തിനും കയറിക്കുന്നു. ഫസ്റ്റ് തന്നെ ഡ്രൈവിംഗ്. അങ്ങനെ നമ്മൾ കാടും മലകളും താണ്ടി നമ്മൾ പോവുകയാണ്. ലൊക്കേഷനിലെത്തിയപ്പോ ലൊക്കേഷൻ ഹണ്ടിങ് തുടങ്ങി. അതിനുശേഷം നിസാറിന്റെ റോള് തുടങ്ങി. ഗൈസ് കനല് കത്തിക്കുക ആദ്യം. അത് മൂപ്പറെ കൊണ്ടേ പറ്റൂ, നമുക്ക് പറ്റില്ല. കനല് റെഡിയായ ശേഷം മസാല പെരട്ടിയ ചിക്കൻ ചുട്ടെടുക്കാൻ മൂപ്പർ തന്നെ മുൻകൈ എടുത്തു. കട്ടക്ക് സപ്പോർട്ടിന് റഹീം ഭായി ഉണ്ട്. നമ്മൾ മലയാളികൾക്ക് നോക്കുകൂലിക്ക് ഒരാൾ ആവശ്യമുണ്ട്. അപ്പൊ നോക്കുകൂലിക്ക് ഹബീബായിനെ ഏൽപ്പിച്ചു. എന്ത് ചെയ്താലും ആവാഹിക്കാൻ ഒരാൾ വേണം. ഇതിൽ പ്രത്യേക എടുത്തു വരേണ്ട ഒരു സാധനം ഹബീബ് ഭായി കൊണ്ടുവന്ന കുഴല്. പിന്നെ എന്നത്തെയും പോലെ ലേറ്റ് വന്നാലും ലേറ്റസ്റ്റ് ആ വരുവ എന്ന് പറഞ്ഞ് ഒരാളുണ്ട്, മിസ്റ്റർ നോഫൽ. മൂപ്പർ വരുമ്പോഴത്തേക്ക് ചിക്കൻ ഏകദേശം റെഡിയായി. മൂപ്പറെ ഫസ്റ്റത്തെ റോൾ തന്നെ വന്ന് കണ്ട് ടേസ്റ്റ് ചെയ്യോ റിവ്യൂ പറയാ. മൂപ്പറെ കൊണ്ട് തന്നെ ചെയ്യിച്ചു. പിന്നീട് അങ്ങോട്ട് ചിക്കൻ ചുടുക, വിളമ്പുക, കഴിക്കുക. ചിക്കൻ ചുടുക, വിളമ്പുക, കഴിക്കുക. റിപ്പീറ്റ്. ഇതന്നെ നമ്മളെ പരിപാടി. ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽ ആയാലും ചോപ്പായാലും മസാല അടിപൊളി, ചിക്കൻ അടിപൊളി. ഇതാണ് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്. ഒന്നതരമായിരിക്കുന്നു. വെറുതെ പറയാനൊന്നും ആയിരിക്കരുത്. വണ്ടർഫുൾ. ഇത്ര ടേസ്റ്റി ആയിട്ട് ഞാനിതൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല. ഓണത്തിനടുക്ക് പുട്ട് കച്ചവടം എന്നുപോലെ ചിക്കൻ ചുടുന്നതിനടുക്ക് ചപ്പാത്തി ചുട്ടിട്ട് നിസാർ ഭായ് മാതൃക കാണിച്ചു. വല്ലാത്തൊരു ടെക്നോളജി എന്നല്ലേ. இந்த கோழியை பார்த்தாலே தெரியும் நல்ல ടേസ്റ്റ്. എനിക്ക് പ്രാന്ത. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? ഭക്ഷണ കാര്യത്തിൽ ഒരു മെജീഷ്യൻ ആണല്ലേ. തീറ്റിക്ക് അങ്ങനെ നേരവും കാലവും വല്ല ഉണ്ടാ? ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവരായിട്ടങ്ങ് തീർത്തു. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നത്. നീയൊക്കെ കണ്ണൂച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റണ്ടായി ചേട്ടാ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗായ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഈ വീഡിയോ കണ്ടല്ലോ, കണ്ട സ്ഥിതിക്കൊന്ന് ലൈക്ക് അടിച്ചേക്ക്.